കംഫർട്ട് മാത്രം നോക്കി മാട്രസ് വാങ്ങരുത്. സാഗിങ്, അതാണ് യഥാർത്ഥ പ്രശ്നം. വെൽക്കം ബാക്ക് A to Z മാട്രസ് സീരീസ് എപ്പിസോഡ് 9. ഒരു മാട്രസ് വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് നോക്കുന്നത്? സോഫ്റ്റ് ആണോ, കംഫർട്ട് ഉണ്ടോ, കിടക്കുമ്പോൾ ബോഡി സിങ്ക് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നോക്കി മാട്രസ് വാങ്ങും. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതേ മാട്രസ് 2 വർഷം കഴിഞ്ഞും ഇതേ സപ്പോർട്ട് തരുന്നുണ്ടോ? മാട്രസിൻ്റെ യഥാർത്ഥ ടെസ്റ്റ് പുതിയത് ആയിരിക്കുമ്പോഴല്ല, വർഷങ്ങൾ കഴിഞ്ഞാണ്. ഇന്നത്തെ മാട്രസ് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് മാട്രസുകളുണ്ട്. ഫോം മാട്രസ്, മെമ്മറി ഫോം, PU ഫോം, സ്പ്രിംഗ് മാട്രസസ്. പല മാട്രസസിലും ആദ്യം കിട്ടുന്നത് നല്ല സോഫ്റ്റ്നെസ് ആണ്, നല്ല കുഷ്യനിങ് ആണ്, നല്ല കംഫർട്ടാണ്. കസ്റ്റമേഴ്സ് കിടക്കുമ്പോൾ തന്നെ പറയും, വാഹ് നല്ല കംഫർട്ട് മാട്രസസ്. പക്ഷേ കംഫർട്ട് മാത്രം ഒരു മാട്രസിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കാനുള്ള അളവുകോൽ അല്ല. മാട്രസ് നിങ്ങളുടെ ശരീരത്തെ വർഷങ്ങളോളം എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. മാട്രസിൻ്റെ ഏറ്റവും കോമൺ ആയ ഒരു പ്രോബ്ലം എന്താണെന്ന് നമുക്ക് നോക്കാം. സാഗിങ്. നമ്മൾ ദിവസവും ഒരേ മാട്രസിൽ മണിക്കൂറോളം കിടന്ന് ഉറങ്ങാറുണ്ട്. ശരീരത്തിൻ്റെ വെയിറ്റ് സ്ഥിരമായി ഓരോ ഭാഗങ്ങളിൽ പ്രഷർ കൊടുക്കുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞതോ ശരിയായ സപ്പോർട്ട് ഇല്ലാത്തതോ ആയ ചില ഫോം മാട്രസുകൾ കാലക്രമേണ ഷേപ്പ് നഷ്ടപ്പെടാൻ തുടങ്ങും. ആദ്യം ചെറിയൊരു ഡിപ്രഷൻ, പിന്നീട് അത് കൂടുതൽ ആഴത്തിലാകും. അവസാനം മാട്രസിൻ്റെ സർഫേസ് ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്യാതെ ബോഡി കുഴിയിലേക്ക് പോകുന്ന പോലെ തോന്നാം. അതാണ് നമ്മൾ പറയുന്ന സാഗിങ്. ഒരു മാട്രസിൻ്റെ പുറം കവർ മാത്രം നല്ലതായിരുന്നാൽ പോരാ, അതിനുള്ളിലെ സപ്പോർട്ട് സ്ട്രക്ചർ എത്ര കാലം ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും എന്നതാണ് ചോദ്യം. സ്പ്രിംഗ് മാട്രസിലും മറ്റൊരു ടൈപ്പ് എക്സ്പീരിയൻസ് ചിലർക്കുണ്ടാകാം. കാലം കഴിയുമ്പോൾ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങും. കിടക്കുമ്പോൾ മൂവ്മെൻറ്റ് കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യാം. ചില മാട്രസിൽ സ്പ്രിങ്സ് മൂവ് ചെയ്യുമ്പോൾ സൗണ്ട് അല്ലെങ്കിൽ ചെറിയ ജർക്കിംഗ് സെൻസേഷൻ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്പ്രിംഗ് മാട്രസ് മോശമാണെന്ന് അല്ല പറയുന്നത്. പക്ഷേ മാട്രസ് തിരഞ്ഞെടുക്കുമ്പോൾ ഇൻറ്റേർണൽ കംഫർട്ട് മാത്രം നോക്കാതെ ലോങ് ടൈം പെർഫോമൻസ് കൂടി നോക്കണം. നാച്ചുറൽ ലാറ്റക്സിൻ്റെ വ്യത്യാസം എന്താണെന്ന് ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെയാണ് ക്വാളിറ്റി നാച്ചുറൽ ലാറ്റക്സ് ടെക്നോളജിയുടെ പ്രധാന അഡ്വാൻറ്റേജ്. ഇൻഡോ ഫ്രഞ്ച് നാച്ചുറൽ ലാറ്റക്സ് മാട്രസസ് രൂപകൽപ്പന ചെയ്യുമ്പോൾ ലക്ഷ്യം സോഫ്റ്റ്നെസ് മാത്രം നൽകുക എന്നതല്ല, ശരീരത്തിന് ആവശ്യമായ സപ്പോർട്ട്, റിസൈലൻസ്, ഡ്യൂറബിലിറ്റി എന്നിവയും പ്രധാനമാണ്. നാച്ചുറൽ ലാറ്റക്സിൻ്റെ പ്രത്യേകത അതിൻ്റെ ബൗൺസ് ബാക്ക് എബിലിറ്റി. പ്രഷർ കൊടുത്താൽ അത് വീണ്ടും അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് മടങ്ങാൻ സഹായിക്കുന്ന സ്വഭാവമാണ്. Hey, this represents the bounce back ability. Notice the pin core structure here. It provides breathable and sturdy support. This is real natural latex. അതുകൊണ്ടാണ് ഒരു മാട്രസ് വാങ്ങുമ്പോൾ ഇത് ഇപ്പോൾ ഇത്ര സോഫ്റ്റ് ആണ് എന്ന ചോദ്യം ചോദിക്കാതെ ഇത് വർഷങ്ങൾ കഴിഞ്ഞും എങ്ങനെ പെർഫോം ചെയ്യും എന്നും ചോദിക്കേണ്ടതാണ്. പിൻകോർ ഡിസൈൻ. ഇൻഡോ ഫ്രഞ്ച് മാട്രസിൻ്റെ പിൻകോർ ഡിസൈനിൽ തൗസൻഡ്സ് ഓഫ് പിൻകോർ ഹോൾസ് ഉള്ള സ്ട്രക്ചർ ഉപയോഗിക്കുന്നു. ഏകദേശം 3500ഓളം 10mm ഡയാൽ പിൻകോർ ഹോൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് മാട്രസിൻ്റെ ഷേപ്പ് റിക്കവറിക്കും എയർ ഫ്ലോയ്ക്കും സഹായിക്കുന്ന ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാട്രസിൻ്റെ കംഫർട്ട് മാത്രമല്ല, സപ്പോർട്ട്, വെന്റിലേഷൻ, ഷേപ്പ് റിക്കവറി എന്ന കോമ്പിനേഷനാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. അതിനാൽ അടുത്ത തവണ മാട്രസ് വാങ്ങുമ്പോൾ സോഫ്റ്റ്നെസ് മാത്രം നോക്കരുത്. ആദ്യ ദിവസം എത്ര കംഫർട്ട് ആണെന്ന് മാത്രം നോക്കരുത്. 2 വർഷം കഴിഞ്ഞും ഇതേ സപ്പോർട്ട് ഉണ്ടാകുമോ? സാഗിങ് എങ്ങനെ കൺട്രോൾ ചെയ്യും? മെറ്റീരിയൽ എന്താണ്? പ്രോഡക്റ്റിൻ്റെ ബൗൺസ് ബാക്ക് എബിലിറ്റി, അമർത്തിയാലും പഴയ രൂപത്തിലേക്ക് എത്തുന്ന കഴിവ്, ഇതൊക്കെ ചോദിച്ചിട്ട് മാത്രം മാട്രസ് തിരഞ്ഞെടുക്കൂ. കാരണം ഒരു നല്ല മാട്രസ് നിങ്ങളെ ഇന്ന് മാത്രം കംഫർട്ട് ചെയ്യുന്നില്ല, വർഷങ്ങളോളം അത് നിങ്ങളെ സപ്പോർട്ടും ചെയ്യണം. പേജ് ഫോളോ ചെയ്യുക, ഈ അറിവുകൾ മറ്റുള്ളവരിലും എത്തിക്കുക. അപ്പോൾ പുതിയ വിവരങ്ങളായിട്ട് A to Z മാട്രസ് സീരീസ് എപ്പിസോഡ് 10 വീണ്ടും കാണാം. താങ്ക് യു.